പ്രഗ്നന്റ് ആയതിനു ശേഷം മൂഡ് സിങ്സിനെക്കാട്ടി ഫുഡ് സിങ്സ് ആണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതലായിട്ടുണ്ടായത്. ഉച്ചക്ക് ചോറും കറി ഇരുന്നപ്പോൾ പെട്ടെന്ന് വന്ന ആഗ്രഹമാണ് മദർത്ത അട കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അരി പുതിർത്തി വെച്ച്. ഇല മടക്കി വെച്ചിട്ടുള്ള അടയാണ് മനസ്സിൽ വന്നതെങ്കിലും ഇലയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത് അരി പുതിർത്തിയതിനു ശേഷം. പിന്നെന്താ ചെയ്യാ, ആഗ്രഹം വന്നും പോയില്ലേ. ഇഡ്ലിത്തട്ടിൽ എങ്ങനെയാക്കുന്ന എന്റെ ചിന്ത. പണം വർത്തരാൻ വെല്ലുമുള്ളുണ്ട്, ആ കാര്യം ചിന്തിക്കേണ്ട. സൈഡിൽ നിന്ന് അരി അരക്കുന്ന പരിപാടി നൈസായിട്ട് അങ്ങ് നടക്കുന്നുണ്ട്. ഫവാസ്ക വിളിച്ചപ്പോൾ മദർത്ത ഫുഡാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫവാസ്കക്ക് പിടി. അടയെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ ആണെന്നും പറഞ്ഞില്ല അല്ലെന്നും പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഇഡ്ലിത്തട്ട് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ. സംഭവം പറഞ്ഞല്ലോ, നമ്മുടെ ഇഡ്ലിത്തട്ടിലെ നെയ്യൊക്കെ തടവി ഈ മസാലയൊക്കെ വെച്ച് ബോളാക്കൂലേ, അതിന് പകരം നൈസായിട്ട് പരത്തി ഇഡ്ലിത്തട്ടിലങ്ങ് വെക്കുക. പിന്നെന്താ, പിന്നെ നമ്മള് പണ്ടം വെച്ച് നിറച്ച് ഒന്നുകൂടി നൈസായിട്ട് പരത്തി മാവെടുത്ത് അതിന് മുകളിൽ വെച്ച് അങ്ങ് കവർ ചെയ്യുക. പേച്ചടച്ച ഭാഗത്ത് നടന്നു വരുമോ ഇനി ഇഡ്ലിത്തട്ട് നടന്നു വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആഗ്രഹം വന്നു, ഇല വാങ്ങി പിന്നെ ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് മനസ്സിൽ തോന്നിയ പോലെ അങ്ങ് ചെയ്തു. ഷേപ്പിലല്ലേ, എന്ത് കാര്യല്ലേ, ഇനിയിപ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടെണ്ണത്തിനും കൂടി അരി ബാക്കിയായപ്പോ ഉന്നക്കായൊക്കെ നടക്കുന്ന പോലെ പണ്ടം വെച്ച് നിറച്ച് ഉന്നക്കായ് ഷേപ്പിലാക്കിയാൽ ഇഡ്ലി പാത്രത്തിൽ വെക്കാൻ ഒരു രസം കാണത്തില്ല. സോ ഇഡ്ലി പോലെ തന്നെ ഉരുട്ടി അങ്ങ് എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത മെത്തേഡിനേക്കാൾ എത്രയോ ബെറ്റർ ഇത് തന്നെയായിരുന്നു. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അന്റെ അട വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ടുവരുമെന്നായിരുന്നു എന്റെ ഡൗട്ട്. പക്ഷെ വിചാരിച്ച പോലെയല്ല, എളുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇഡ്ലിനെക്കാട്ടും ബെറ്റർ ആയിട്ട് അട നടന്നു വരുന്നുണ്ടായിരുന്നു. പിന്നെ ആരെയും കാത്തൊന്നില്ല, ആരോടും ചോദിച്ചില്ല. ഫസ്റ്റ് ചൂടോടെ തന്നെ അങ്ങ് ടേസ്റ്റ് ചെയ്തു. ആ വെള്ളത്തിന്റെ മധുരൊക്കെ ഇങ്ങനെ വായിൽ വന്നിട്ട് അടിപൊളിയായിരുന്നു. ആഗ്രഹിച്ച് കൊതിമൂത്തുണ്ടാക്കുന്ന സാധനത്തിന് സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചൂട് കാരണം അണ്ണാക്കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തണിയാനുള്ള ക്ഷമനക്കില്ല. പിന്നെ ഒരു പീസ് എടുത്ത് വല്യമാരെടുത്തു. കാരണം ഞാൻ മാത്രം അഭിപ്രായം പറഞ്ഞാൽ പോരല്ലോ. അത് ഞാൻ അടുക്കളയിൽ വന്നപ്പോ ഒരു പീസ് കൂടെ എടുത്ത് വെച്ച് കഴിച്ചിട്ട് സത്യസന്ധമായ മറുപടി മാത്രം പറയാ, അത് അടത്തി നോക്കല്ല. കുഴപ്പമില്ലെന്നേലും അങ്ങനല്ല, സത്യസന്ധമായ മറുപടി. സാധാരണ അട പോലെ ഇല്ലല്ലോ, ഐ മീൻ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടില്ലേ. സാധാരണ അട മാർക്കറ്റിലേക്ക് ഇഡ്ഡലി പോലെ അടിപൊളിയാ. അപ്പൊ ഓക്കെ, ബൈ. ഞാൻ